BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് തുടരുകയാണ്. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് റൈറ്റ്സിനെ പറ്റിയാണ്, അവകാശങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അവകാശങ്ങളുടെ അർത്ഥവും അതേപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസ്, ഡെഫിനിഷൻസ് ഒക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കാം. റൈറ്റ്സ്, ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ആർ 3 ഇന്റർ റിലേറ്റഡ് തീംസ്. ഈ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം എന്നുള്ളത് പരസ്പരം ബന്ധിതമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. പൊസിഷൻ ആൻഡ് എൻജോയ്മെന്റ് ഓഫ് റൈറ്റ്സ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ മേക്സ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി മീനിങ്ലെസ്. ഈ റൈറ്റ്സിൻ്റെ, ഈ ഒരു അവകാശങ്ങളുടെ അത് നമുക്ക് ലഭിക്കുന്നത് ഒരു വർണ്ണവിവേചനമോ ഒരു വിവേചനവും ഇല്ലാതെ അത് നമുക്ക് ലഭിക്കുന്നതും അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതും ആ ലിബർട്ടി, സ്വാതന്ത്ര്യവും സമത്വവും നമുക്ക് കിട്ടി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇൻ ഓർഡർ ടു ലീവ് മാൻ മസ്റ്റ് ഹാവ് സം റൈറ്റ്സ്. ജീവിക്കാൻ വേണ്ടി മനുഷ്യന് കുറച്ച് അവകാശങ്ങൾ നിർബന്ധമായും വേണം. ഇൻ ഓർഡർ ടു ഡെവലപ്പ് ഹിസ് പേഴ്സണാലിറ്റി ടു ദ ബെസ്റ്റ് പോസിബിൾ എക്സ്റ്റെൻറ്റ് ഹി മസ്റ്റ് ഹാവ് സം പർട്ടിക്കുലർ റൈറ്റ്സ്. അവൻ്റെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി അവന് എന്തായാലും നിർബന്ധമായിട്ടും കുറച്ച് അവകാശങ്ങൾ വേണം. ഇഫ് സ്റ്റേറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് എ സിവിലൈസ്ഡ് ലൈഫ്, ദ സിവിലൈസ്ഡ് ലൈഫ് റിക്വയർസ് എ സെറ്റ് ഓഫ് സ്പെഷ്യൽ റൈറ്റ്സ് ദാറ്റ് എ മാൻ മസ്റ്റ് ഹാവ്. ഒരു മനുഷ്യൻ്റെ പരിഷ്കൃത ജീവിതത്തിന് ഉള്ള ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്റ്റേറ്റിൻ്റെ ആ പരിഷ്കൃതമായ ജീവിതം നയിക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെയാണ് ഒരു മനുഷ്യന് ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റിൽ. അക്കോർഡിംഗ് ടു ലാസ്കി എന്നെ സംബന്ധിച്ച് റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ലൈഫ് വിത്തൗട്ട് വിച്ച് നോ മാൻ ക്യാൻ സീക്ക് ടു ബി ഹിംസെൽഫ് അറ്റ് ഹിസ് ബെസ്റ്റ്. റൈറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ടീഷനാണ്, അത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി അത് ഒരുത്തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു സാമൂഹിക ജീവിതത്തിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. എ പ്രോപ്പർ ഡെഫിനിഷൻ ഓഫ് റൈറ്റ് ഹാസ് 3 ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ്, ഇതിൻ്റെ റൈറ്റിൻ്റെ, അവകാശത്തിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പറായിട്ട് ഉള്ള ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ ക്ലെയിം ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇത് വ്യക്തികളുടെ അവകാശവാദമാണ് എന്നാണ് പറയുന്നത്. ഹൗവർ, എങ്ങനെയെന്നാൽ നോട്ട് എവരി ക്ലെയിം ക്യാൻ ബി എ റൈറ്റ്. ഇപ്പോൾ വ്യക്തികൾ ഇങ്ങനെ വാദിക്കുന്നത് അത് എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ദ ക്ലെയിം ഷുഡ് ബി ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ് ഓർ സംതിങ് വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ആ വാദങ്ങൾ എന്താവണം, ഒരു പൊതു താല്പര്യവും അതേപോലെ തന്നെ മൊത്തം അത് സാർവത്രികമായി നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാനും സാധിക്കുമ്പോൾ മാത്രമാണ് അത് ശരിയാവുക. സെക്കൻഡ്ലി, രണ്ടാമത്തത്, എ ക്ലെയിം ഓഫ് ദി ഇൻഡിവിജ്വൽ മസ്റ്റ് റിസീവ് സോഷ്യൽ റെക്കഗ്നിഷൻ. ഒരു വ്യക്തിയുടെ വാദമാണ് എന്ന് പറഞ്ഞു, എന്നാൽ ആ ഒരു വാദത്തിന് ഒരു സമൂഹത്തിൻ്റെ അംഗീകാരം കൂടെ, എല്ലാവർക്കും യോജിച്ചതും ആയിരിക്കണം, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കൂടെ കിട്ടണം. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണം, ആൻ ഇൻഡിവിജ്വൽസ് ക്ലെയിം ദാറ്റ് റിസീവ് സോഷ്യൽ റെക്കഗ്നിഷൻ ഇഫ് എവറി ഇൻഡിവിജ്വൽ വിൽസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി ഒരു വ്യക്തിയുടെ വാദത്തിന് അതിന് സാമൂഹികമായ അംഗീകാരം ലഭിച്ചാൽ ആ ഒരു കാര്യം എന്താണ്, എല്ലാ വ്യക്തികൾക്കും അത് ചെയ്യാൻ പറ്റും, ആ ഒരു വഴിയിലൂടെ പോവാം. ഫൈനലി, മൂന്നാമത്തെ കാര്യം, ഇൻഗ്രീഡിയൻറ്റ്, വി കം ടു ദ പോയിന്റ് ഓഫ് പൊളിറ്റിക്കൽ റെക്കഗ്നിഷൻ. രാഷ്ട്രീയപരമായ അംഗീകാരം കിട്ടണം എന്നാണ്. റൈറ്റ്സ് ആർ ലൈക്ക് മോറൽ ഡിക്ലറേഷൻസ്, അതേപോലെ അണ്ടിൽ ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. റൈറ്റ്സ് ആർ ലൈക്ക് മോറൽ ഡിക്ലറേഷൻ അണ്ടിൽ ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഈ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ധാർമ്മികപരമായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉൾക്കൊണ്ട്, അതേപോലെ തന്നെ അത് ഒരു സ്റ്റേറ്റ് അത് സംരക്ഷിക്കുന്ന രീതിയിലൊക്കെയാണ് ഇത് ആവേണ്ടത്. ദ സ്റ്റേറ്റ് ട്രാൻസ്ലേറ്റ് സോഷ്യലി റെക്കഗ്നൈസ്ഡ് ക്ലെയിംസ് ഓഫ് മോറൽ റൈറ്റ്സ് ഇൻ ടു ടേംസ് ഓഫ് ലോ ആൻഡ് ദെർബൈ അക്കോർഡ്സ് ദം ലീഗൽ റെക്കഗ്നിഷൻ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ ഈ വ്യക്തികളുടെ വാദത്തിന് സോഷ്യൽ റെക്കഗ്നിഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സോഷ്യൽ റെക്കഗ്നിഷൻ കിട്ടിയ കാര്യങ്ങൾ അത് സ്റ്റേറ്റ് മോറൽ റൈറ്റ്സ്, ധാർമ്മിക അവകാശങ്ങളായിട്ട് മാറ്റുന്നു. പിന്നീട് അത് ലോന്റെ രൂപത്തിലേക്ക് മാറ്റുകയും അതിന് ലീഗൽ റെക്കഗ്നിഷൻ, നിയമപരമായ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ദെയർഫോർ ആക്ട്സ് ലൈക്ക് എ കോയേസീവ് ഏജൻസി ടു പ്രിവെന്റ് ദ ഓപ്പറേഷൻ ഓഫ് സെൽഫിഷ് വിൽസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഇത് വർക്ക് ചെയ്യണം എങ്ങനെ, ഒരു വ്യക്തി താല്പര്യങ്ങൾ അതിൽ കടന്നുകൂടാൻ, ഒരു സ്വാർത്ഥ ഇച്ഛകളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധിത ഏജൻസി ആയിട്ട് സ്റ്റേറ്റ് പ്രവർത്തിക്കണം എന്നാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിൻ്റെ കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്, ഡയമെൻഷൻസ് ഓഫ് റൈറ്റ്സ്, ഡയമെൻഷൻസ് ഓർ കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സിൻ്റെ പല ഇനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇത്. റൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ്. റൈറ്റ്സ്, അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഇനമുണ്ട്, വ്യത്യസ്ത ഇനങ്ങളാണ്.
എ വാട്ടർ ടൈറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇന്റർ റിലേറ്റഡ് നാച്ചർ. ഈ ഒരു അവകാശങ്ങളെ പിന്നെ ചോദ്യം ചെയ്യാനാവാത്ത വിധം അങ്ങനെ കൃത്യമായി ഇങ്ങനെ തരംതിരിക്കലൊക്കെ അത് പിന്നെ പോസിബിൾ അല്ല, സാധിക്കുന്നതല്ല. കാരണം ഇതൊക്കെ പരസ്പരം ബന്ധിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ലാസ്കി പുട്സ് റൈറ്റ്സ് ഇൻ ടു 2 കാറ്റഗറീസ്, ജനറൽ ആൻഡ് പർട്ടിക്കുലർ. ലാസ്കി പറയുന്നത് 2 രീതിയിലെ ക്ലാസിഫിക്കേഷനാണ് ലാസ്കിയുടെ ഭാഗത്തു നിന്നുള്ളത്, ജനറൽ ആൻഡ് പർട്ടിക്കുലർ. ബട്ട് ബാർക്കർ ഡിവൈഡ്സ് ദം ഇൻ ടു 3 മെയിൻ ഹെഡ്സ് റിലേറ്റിംഗ് ടു ഫ്രാറ്റേണിറ്റി, ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി. പക്ഷെ ബാർക്കർ എന്താണ്, അത് 3 ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഫോർ കൺവീനിയൻസ് വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻ ടു, നമുക്കത് കൺവീനിയൻ്റ് ആവാൻ വേണ്ടി നമുക്കത് എന്താക്കാം, 7 റൈറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അവകാശങ്ങളും അതേപോലെ നിയമപരമായ അവകാശങ്ങളും. Natural and legal rights are 2 types of rights, theoretically distinct according to philosophers and political scientists. ഈ നാച്ചുറൽ ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ടൈപ്സ് ഓഫ് റൈറ്റ്സ് ആണ്. അതിനെ എന്താക്കിയിട്ടുണ്ട് ഫിലോസഫേഴ്സും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റൊക്കെ അതിനെ രണ്ടിനെയും വിശദീകരിച്ചിട്ടുണ്ട്. നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾസോ കോൾഡ് ഇൻഏലിയനബിൾ റൈറ്റ്സ്, അത് അന്യരുടെ അധീനതയിൽ പെടുത്താൻ സാധിക്കാത്ത അവകാശങ്ങളാണ് ഇൻഏലിയനബിൾ എന്ന് പറഞ്ഞാൽ എന്നും എന്തുണ്ട് നാച്ചുറൽ റൈറ്റ്സിനെ വിളിച്ചിട്ടുണ്ട്. ആർ കൺസിഡേർഡ് ടു ബി സെൽഫ് എവിഡൻറ്റ് ആൻഡ് യൂണിവേഴ്സൽ. ഈ നാച്ചുറൽ റൈറ്റ്സിനെ കൺസിഡർ ചെയ്യുക അത് പിന്നെ സ്വന്തമായി അത് എവിഡൻസ് ഉള്ളതും അതേപോലെ യൂണിവേഴ്സൽ സാർവത്രികമായിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് എന്നാണ്. ദേ ആർ നോട്ട് കണ്ടിൻജന്റ് അപ്പോൺ ദ ലോസ്, കസ്റ്റംസ് ഓർ ബിലീഫ്സ് ഓഫ് എനി പർട്ടിക്കുലർ കൾച്ചർ ഓർ ഗവൺമെന്റ്. ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ആചാരത്തെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെയോ ഗവൺമെന്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ലീഗൽ റൈറ്റ്സ്, ഓൾസോ കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ്, ആർ ബിസ്റ്റോർഡ് ബൈ എ പർട്ടിക്കുലർ ഗവൺമെന്റ് ടു ദ ഗവൺമെന്റ് പീപ്പിൾ ആൻഡ് ആർ റിലേറ്റീവ് ടു സ്പെസിഫിക് കൾച്ചർ ആൻഡ് ഗവൺമെന്റ്സ്. നേരത്തെ നാച്ചുറൽ റൈറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലീഗൽ റൈറ്റ്സ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക, അത് പിന്നെ ജനങ്ങളെ ഭരിക്കുന്നു, പിന്നെ ഒരു കൾച്ചർ ഗവൺമെന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. ദേ ആർ എന്യൂമറേറ്റഡ് ഓർ കോഡിഫൈഡ് ഇൻ ടു ലീഗൽ സ്റ്റാറ്റ്യൂട്ട്സ് ബൈ എ ലെജിസ്ലേറ്റീവ് ബോഡി. ഈ കാര്യങ്ങൾ ലീഗൽ റൈറ്റ്സ് ഒക്കെ അത് ഒരു എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒക്കെ പിന്നെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി അതിനെന്താണ് കൃത്യമായിട്ട് അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു റൈറ്റ്സിൽ വരുന്നത് 1 by 1 ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി മോറൽ റൈറ്റ്സ്, ദീസ് റൈറ്റ്സ് ആർ ദ ക്ലെയിംസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ കോൺസേൺസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളുടെ വാദമാണ്, അവരുടെ പിന്നെ സമുദായത്തിൻ്റെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരാൾക്ക് ശരിയാണ് തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ആ സമുദായത്തിൽ നിൽക്കുമ്പോൾ ഇത് ശരിയാണ് തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ വ്യക്തിയുടെ വാദങ്ങളാണ് മോറൽ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. ഇൻ അതർ വേർഡ്സ്, ദീസ് ആർ ദ ക്ലെയിംസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗുഡ് സെൻസ് ഓഫ് ദി പീപ്പിൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പിന്നെ ജനങ്ങളുടെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് ഇത് എന്നാണ്. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ ഹാസ് ദ മോറൽ റൈറ്റ് ടു ബി റെസ്പെക്റ്റഡ് ബൈ ഹിസ് സ്റ്റുഡൻസ്. ഒരു അധ്യാപകന് ആ അധ്യാപകന്റെ കുട്ടിയിൽ നിന്ന് ബഹുമാനം കിട്ടണം എന്നുള്ളത് ഒരു മോറൽ റൈറ്റ് ആണ്, ധാർമ്മിക അവകാശമാണ് ടീച്ചറുടേത്. ബട്ട് ദ ഡിഫിക്കൽട്ടി വിത്ത് സച്ച് റൈറ്റ്സ് ഈസ് ദാറ്റ് ദേ കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ റൂൾസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നിയമം കൊണ്ട് അവരെ ഭരിക്കാൻ പറ്റില്ല, അവരെ നിർബന്ധിപ്പിക്കാൻ പറ്റില്ല ഇത് ചെയ്യാൻ വേണ്ടി. ദെയർ എൻഫോഴ്സ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗുഡ് സെൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ആ പിന്നെ നിർബന്ധിപ്പിക്കൽ അല്ലെങ്കിൽ ഈ ഒരു നിയമം നടപ്പാക്കലൊക്കെ ആ ഒരു പിന്നെ ഓരോ കമ്മ്യൂണിറ്റിയുടെയും പിന്നെ നന്മ അല്ലെങ്കിൽ ഓരോടെ പിന്നെ ഓരോ പെരുമാറ്റമൊക്കെ പോലെ ഉണ്ടാവും. നല്ല രീതിയിൽ പെരുമാറുന്നതാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റും. മോറൽ റൈറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ലീഗൽ റൈറ്റ്സ്. ഇനി നമ്മൾ മോറൽ റൈറ്റ്സിനെ, ഈ ധാർമ്മിക അവകാശങ്ങളെ ലീഗൽ റൈറ്റ്സ് ആയിട്ട് അത് നിയമപരമായ അവകാശങ്ങളായി കൺവേർട്ട് ചെയ്താൽ ദേ ബിക്കം എൻഫോഴ്സിബിൾ ബൈ ദ ആക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ എന്താവും, അത് ഈ സ്റ്റേറ്റിന് പിന്നെ നിർബന്ധിപ്പിക്കാൻ പറ്റും, ആ കാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിക്കാൻ പറ്റും. ഇനി സിവിൽ റൈറ്റ്സ്
These rights related to the person and property of the individuals. They are called civil or social as they relate to the essential conditions of a civilized life. ഇത് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ സ്ഥലത്തിനൊക്കെ ആയിട്ട്, ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് ആണ് സിവിൽ റൈറ്റ്സ്. ഇത് പിന്നെ സിവിൽ അല്ലെങ്കിൽ സോഷ്യൽ റൈറ്റ്സ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. പിന്നെ ഇത് മനുഷ്യൻ്റെ പരിഷ്കൃത ജീവിതത്തിന് നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു കണ്ടീഷനാണ് ഇത്. ലൈഫിന് നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു കണ്ടീഷനാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. ദിസ് ബ്രോഡ് കാറ്റഗറി ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് റൈറ്റ്സ് ലൈക്ക് ദോസ് റിലേറ്റിംഗ് ടു ലൈഫ്. ഇതിൽ ഒരുപാട്, ഈ കാറ്റഗറിയിൽ ഒരുപാട് പിന്നെ അവകാശങ്ങൾ വരുന്നുണ്ട് അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. പേഴ്സണൽ ലിബർട്ടി, തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, പ്രോപ്പർട്ടി, റിലീജിയൻ ആൻഡ് ദ ലൈക്ക്, ഇതേപോലെയുള്ള അവകാശങ്ങൾ. ഓഫ് ഓൾ ദ സിവിൽ റൈറ്റ്സ്, എല്ലാ സിവിൽ റൈറ്റ്സും സിവിൽ അവകാശങ്ങളും റൈറ്റ് ടു ലൈഫ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സിൻസ് എൻജോയ്മെന്റ് ഓഫ് ഓൾ അതർ റൈറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. ജീവിക്കാനുള്ള അവകാശത്തെ ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള റൈറ്റ്സ് ഒക്കെ നിൽക്കുന്നത്. ജീവിക്കാനുള്ള അവകാശമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് നോ പേഴ്സൺ ക്യാൻ ടേക്ക് ദ ലൈഫ് ഓഫ് അനദർ. ഇത് വ്യക്തമാക്കുന്നത്, സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കയറരുത് എന്നുള്ളതാണ്. റിലേറ്റ് ടു ദിസ് ഈസ് ദ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. ഇത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഈ ഒരു സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, സിവിൽ റൈറ്റ്സ് കിട്ടുക എന്നുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലിവ് ലൈക്ക് എ ഫ്രീ സിറ്റിസൺ. ഒരു സ്വതന്ത്ര മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഈ റൈറ്റ് ടു ലൈഫ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു തിങ്ക് ആൻഡ് എക്സ്പ്രസ് ഓൾസോ കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഇനി പൊളിറ്റിക്കൽ റൈറ്റ്സ്. ദീസ് റൈറ്റ്സ് റിലേറ്റ് ടു എ മാൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് റൈറ്റ് ടു വോട്ട്, right to contest in elections, right to public employment, right to public opinion, etc. In other words, these rights enable a person to send petitions to the government for a redressal of certain wrongs, following a particular policy, making or unmaking a particular law, and expressing views for the creation of the healthy public opinion. Democracy is regarded as the best form of government for the obvious reason that it ensures all these rights. ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻക്ക് ആ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിൽ, ക്ഷേമപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ അവസരം, അതേപോലെ തന്നെ പൊതു ആയിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ്, അവകാശമൊക്കെയാണ് ഇത് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു മനുഷ്യനെ അവന് ഗവൺമെൻറ്റിനെതിരായിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി, അത് ശരിയാക്കാൻ വേണ്ടി ഗവൺമെന്റിന് പരാതി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പോളിസിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കാം. പിന്നെ ലോ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോ നീക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കാം. അതേപോലെ അവൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ, അവൻ്റെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ പിന്നെ ഒരു ഹെൽത്തി പബ്ലിക് ഒപ്പീനിയൻ പങ്കുവെക്കാനുള്ള അവകാശമൊക്കെയാണ് ഇതിൽ പെടുന്നത്. അതുപോലെ തന്നെ ഡെമോക്രസി ഈസ് റിഗാർഡഡ് ആസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഫോർ ദ ഒബ്വിയസ് റീസൺ ദാറ്റ് ഇറ്റ് എൻഷുർസ് ഓൾ ദീസ് റൈറ്റ്സ്. ഡെമോക്രസി എന്നുള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. കാരണം പിന്നെ ആ ഡെമോക്രസിയിൽ ഈ അവകാശങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എക്കണോമിക് റൈറ്റ്സ്. ദീസ് റൈറ്റ്സ് ടു റിലേറ്റ് ടു എ മാൻ ആർ വൊക്കേഷൻ, ഹിസ് എൻഗേജ്മെന്റ് ഇൻ എ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ഫോർ ലൈവ്ലിഹുഡ്. ഇത് ഈ ഒരു അവകാശം റിലേറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു ഭാവിയെയാണ് ഇത് പിന്നെ റിലേറ്റ് ചെയ്യുന്നത്. മനുഷ്യന് പിന്നെ ജീവിക്കാനുള്ള ജോലി കിട്ടുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യാനുള്ള അവകാശമാണ്. ഇറ്റ് ഇംപ്ലൈസ് റൈറ്റ് ടു ഏൺ മണി ത്രൂ പ്രോപ്പർ മീൻസ്. ശരിയായ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള ഒരു അവകാശം. റൈറ്റ് ടു വർക്ക് ഫോൾസ് വിത്തിൻ ദിസ് കാറ്റഗറി. അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവകാശവും ഇതിൽ പെടുന്നു എന്നുള്ളതാണ്. അലീഡ് ടു ദിസ് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ടു ദിസ് is the right to rest and leisure so that a person may take relief for the sake of maintaining and increasing efficiency. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ പറയാം, ഒരു മനുഷ്യനിക്ക് വിശ്രമിക്കാനും അതേപോലെ തന്നെ അവന് എൻജോയ്മെൻറ്റ് അത് അനുഭവിക്കാനും എൻജോയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവകാശവും കൂടി ഇതിൽ വരുന്നുണ്ട്. അവന് കൃത്യമായിട്ടുള്ള അവൻ്റെ കഴിവിനനുസരിച്ച് പിന്നെ അവന് ഈ ഒരു റെസ്റ്റിൻ്റെ ഇതൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. So the workers must have a right to form unions and associations for protecting and promoting their interests. ഈ ജോലി എടുക്കുന്നവരുടെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ അവരുടെ താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു യൂണിയനോ അസോസിയേഷനൊക്കെ, അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി യൂണിയനോ അസോസിയേഷനൊക്കെ
ഉണ്ടാക്കാനുള്ള അവകാശം കൂടി ഇതിൽ പെടുന്നുണ്ട്. ദ സോഷ്യലിസ്റ്റ് ഗോ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു സോഷ്യൽ ഇൻഷുറൻസ് ആൻഡ് സെൽഫ് ഗവൺമെൻറ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് കാറ്റഗറി. ഈ സോഷ്യലിസ്റ്റിൻ്റെ വാദത്തിൽ ഇത് കുറച്ചും കൂടി കൂടുന്നുണ്ട്. ഈ സോഷ്യൽ ഇൻഷുറൻസ്, അവരുടെ സുരക്ഷയ്ക്കും സാമൂഹ്യ സുരക്ഷയ്ക്കും അതേപോലെ തന്നെ സെൽഫ് ഗവൺമെൻറ് ഒക്കെ സോഷ്യലിസ്റ്റിൻ്റെ ഇതിൽ എക്കണോമിക് റൈറ്റ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ആർ കോമൺലി അണ്ടർസ്റ്റുഡ് ഈസ് ഇൻഅലിയനബിൾ. ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കിയതാണ്, അതിൽ അനിഷേധ്യമാണ്, മറ്റേ ഒരാൾക്ക് മറ്റേ കൈയെടുത്താനൊന്നും പറ്റൂല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു വിച്ച് എ പേഴ്സൺ ഈസ് ഇൻഹറന്റ്ലി എൻടൈറ്റിൽഡ് സിംപ്ലി ബിക്കോസ് ഷീ ഓർ ഷീ ഈസ് എ ഹ്യൂമൻ ബീങ്. ഒരു മൗലിക അവകാശം എന്നുള്ളത് ഒരാൾക്ക് എന്തായാലും അർഹതപ്പെട്ടതാണ്, അതെന്തായാലും അവന് കിട്ടുന്നതാണ്. കാരണം അവന് അല്ലെങ്കിൽ അവളൊരു മനുഷ്യനാണ് എന്നുള്ള നിലക്ക്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് ആർ ഇൻഹറന്റ് ദ മെയർ എഫക്റ്റ് ഓഫ് ബീയിങ് ഹ്യൂമൻ. മനുഷ്യൻ എന്ന വസ്തുതയിൽ അന്തർലീനമായ ഒരു കാര്യമാണ് മനുഷ്യാവകാശം എന്നുള്ളത്. അവൻ മനുഷ്യനാണോ അവനും അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻടൈറ്റിൽഡ് ടു എൻജോയ് ഹെർ ഓർ ഈസ് റൈറ്റ്സ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഇതിന്റെ ഈ കോൺസെപ്റ്റ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ മനുഷ്യനും അർഹതയുണ്ട്, അത് അവനോ അവളോ ആവട്ടെ, ഡിസ്ക്രിമിനേഷൻ വിവേചനമൊന്നും ഇല്ലാതെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടിയുള്ള അവകാശം ഉണ്ട് എന്നാണ്. ദ മോഡിഫൈഡ് വേർഷൻ ഓഫ് നാച്ചുറൽ റൈറ്റ്സ് കപ്പിൾഡ് വിത്ത് സിവിൽ റൈറ്റ്സ് ഹാസ് അസ്യൂംഡ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ്സ് ഓൺ സിൻസ് ദ ഫോർമുലേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ബൈ UN in December 1948. The modified version of natural rights coupled with civil rights has ഇതിന്റെ മോഡിഫൈഡ് വേർഷൻ, ഹ്യൂമൻ റൈറ്റ്സിന്റെ മോഡിഫൈഡ് വേർഷൻ, ഈ നാച്ചുറൽ റൈറ്റ്സ് സിവിൽ റൈറ്റ്സ് ഒക്കെ ഇതിൽ ഏറ്റെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതൊക്കെ കൂടിയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ, ഒരു സംഘടിത ഒരു ഫോം, ഒരു രൂപം അതിന് ഉണ്ടായി എന്നുള്ളതാണ്. 1948 ഡിസംബറിൽ UN യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലൂടെ ഇതിനൊരു ഫോർമേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. UDHR നമുക്ക് ഇടയ്ക്കിടെ കേൾക്കുന്നതാണ്. അതിന്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ഡിസംബറിലാണ് UN പാസ്സാക്കിയതാണ്. ഈ ഒരു UN ആണ് ഇതിന് രൂപം നൽകിയത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ്. By fundamental rights, we mean those rights which form the essential conditions of a good life and which constitute the essentials of human progress. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ അർത്ഥാക്കുന്നത് അത് ഒരു മനുഷ്യന്റെ അവന്റെ ശരിയായ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കണ്ടീഷൻ ആയിട്ടാണ്. അതേപോലെ തന്നെ ഇത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് എന്നാണ്. ഇൻ ദ അബ്സെൻസ് ഓഫ് ദീസ് റൈറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് നോട്ട് പോസിബിൾ. ഇത് ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ വളർച്ചയും അവന്റെ വികസനമൊക്കെ അസാധ്യമാണ്. In order to make them inviolable, they are enshrined in the constitutions of democratic countries. ഇതിന്റെ ഈ നിയമങ്ങളൊക്കെ അത് വയലേറ്റ് ചെയ്യാതെ, അത് തെറ്റിക്കാതെ നിൽക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ വലിയ ഒരു വിജയമാണ് എന്നാണ് പറയുന്നത്. ഒരു ബഹുമാനിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കേണ്ട ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഇതാണ് എന്നാണ് പറയുന്നത്. പീപ്പിൾ ആർ എൻഷ്യൂർഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ജനങ്ങൾക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ്. അതേപോലെ തന്നെ ജപ്പാൻ, US, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് എക്സെട്ര ഇതൊക്കെ ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. If any of the fundamental rights is violated, the person concerned can go to the court for justice. ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരാൾക്ക് കിട്ടിയിട്ടില്ല, അതിൽ നിന്ന് ഹനിച്ചു എന്നുള്ള നിലക്ക് ഈ ആർക്കാണോ ഈ ഹനിക്കപ്പെട്ടത് അവർക്ക് നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് തിയറീസ് ഓഫ് റൈറ്റ്സ് ആണ് പറയാനുള്ളത്. ഫ്രം ടൈം ടു ടൈം various interpretations regarding the origin and nature of rights were born which lead to the emergence of different theories. ഈ കാലാകാലങ്ങളിലായിട്ട് ഇതിങ്ങനെ പല വ്യാഖ്യാനങ്ങളാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്ഭവത്തിനെ പറ്റിയും ഇതിന്റെ സ്വാഭാവികതയെ പറ്റിയൊക്കെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. The natural theory of rights argues that nature is the author of certain rights that have a universal character. നാച്ചുറൽ തിയറിക്കാർ പറയുന്നത്, ഇത് വാദിക്കുന്നത് നാച്ചറാണ്, പ്രകൃതിയാണ് ഈ ഒരു നിയമമൊക്കെ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇതിന്റെ അവകാശങ്ങളൊക്കെ
പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഇതാണ് എന്നാണ് പറയുന്നത്. ഏൻഷ്യന്റ് ഫിലോസഫേഴ്സ് ആൻഡ് തോമസ് ഹോബ്സ് അഗ്രി ടു ദിസ് വ്യൂ പോയിന്റ്. പുരാതന തത്വചിന്തകന്മാരും തോമസ് ഹോബ്സൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നവരാണ്. ജോൺ ലോക്ക് ട്രീറ്റ്സ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ഹാസ് നാച്ചുറൽ റൈറ്റ്സ്. ജോൺ ലോക്ക് പറയുന്നത് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ സ്വത്തുമൊക്കെ ഈ നാച്ചുറൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദ UDHR invokes the spirit of this theory when it declares all human beings are born free and equal in dignity and rights. UDHRന്റെ അഭിപ്രായത്തിൽ UDHR പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത് സ്വതന്ത്രരും സമത്വമുള്ളവരും അന്തസ്സുള്ളവരുമായിട്ടാണ്. സ്വതന്ത്രനും ഒരേപോലെയാണ് എല്ലാവരും ജനിക്കുന്നത്. അതേപോലെ തന്നെ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി, അന്തസ്സിൽ ഒരേപോലെയാണ്, സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. അവകാശങ്ങളൊക്കെ അപ്പോൾ ഒരേപോലെ ആവണം എന്നുള്ളതാണ്. വെൻ വി കം ടു ദ ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ്, ഇനി നമ്മൾ ലീഗൽ തിയറിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് റൈറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ലോ. അവകാശം എന്നുള്ളത് ലോൺ ഉണ്ടാക്കിയതാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് നോ ലോ ദർ ഈസ് നോ റൈറ്റ്. ഒരു സ്ഥലത്ത് നിയമമില്ലെങ്കിൽ അവിടെ അവകാശങ്ങളും ഉണ്ടാവില്ല. ഹോബ്സ്, ബന്ധാം ആൻഡ് ഓസ്റ്റിൻ ആർ ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് തിയറി. ഈ ഹോബ്സ്, ബന്ധാം, ഓസ്റ്റിൻ ഒക്കെയാണ് ഇതിന്റെ ഒരു പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ക്രിറ്റിക്സ് സേ ദാറ്റ് പീപ്പിൾ ഹാവ് സോ മെനി റൈറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് ഓഫ് കസ്റ്റം ബിഹൈൻഡ് ദം. ഈ വിമർശകർ പറയുന്നത് ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ കിട്ടുന്നുണ്ട്, കാരണം അതിന്റെ പിന്നിൽ ഈ ആചാരങ്ങളും സമ്പ്രദായങ്ങളുടെയൊക്കെ ഒരു ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് കിട്ടുന്നത് എന്നാണ് ഈ ക്രിറ്റിക്സ് പറയുന്നത്. ഈ ലീഗൽ തിയറിയുടെ ക്രിറ്റിക്സ് വിമർശകർ പറയുന്നത്. ദ ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റ് ടേക്സ് ദ ഫാക്ടർ ഓഫ് ടൈം ഇൻ ദ ക്രിയേഷൻ ഓഫ് റൈറ്റ്സ്. ഇനി ഹിസ്റ്റോറിക്കൽ തിയറി പറയുന്നത് ഈ അവകാശങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നാണ്. എവരി റൈറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോഴ്സ് ഓഫ് ലോങ് ഒബ്സർവൻസ്. ഈ അവകാശങ്ങളൊക്കെ ഫോഴ്സ് ചെയ്യുന്നത് ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. ദ എസെൻഷ്യൽ സാങ്ഷൻ ബിഹൈൻഡ് എ റൈറ്റ് ഈസ് ഫോഴ്സ് ദിസ് റീസൺ ഈസ് എ ട്രഡീഷൻ ഓർ എ കസ്റ്റം. ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ആചാരം, സമ്പ്രദായമൊക്കെയാണ് ഇതിന്റെ അനിവാര്യമായ ഒരു സാങ്ഷൻ, ഇതിനുള്ള ഒരു അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്രഡീഷനും കസ്റ്റമാണ് അതിന്റെ ഒരു റീസൺ എന്നുള്ളതാണ് പറയുന്നത്. ഈ സോഷ്യോളജിസ്റ്റ് ലൈക്ക് മാക്ലെവർ ആൻഡ് എഡ്മുണ്ട് ബൂർക്കെ ആർ ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് തിയറി. ഈ ഒരു തിയറിയുടെ ഹിസ്റ്റോറിക്കൽ തിയറിയുടെ അഡ്വക്കേറ്റ്സ് ആണ് അവര്. ദ ലീഗൽ തിയറി ആൻഡ് ഹിസ്റ്റോറിക്കൽ തിയറി ആർ ഓപ്പോസിങ് ഈച്ച് അതർ. ലീഗൽ തിയറിയും ഹിസ്റ്റോറിക്കൽ തിയറിയും പരസ്പരം എതിരാണ് എന്നാണ്. ആൻ ഐഡിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ റൈറ്റ്സ് ആർ ഹൈലി മോറൽ ഇൻ നാച്ചർ. ഈ ഐഡിയലിസ്റ്റിക്, ഈ ആശയവാദികളൊക്കെ പറയുന്നത് പിന്നെ ഈ റൈറ്റ്സ് എന്നുള്ളത് പിന്നെ ഉയർന്ന ധാർമ്മിക സ്വഭാവമുള്ളതാണ് എന്നാണ്. റൈറ്റ്സ് ആർ റൂട്ടഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മാൻ. ഈ അവകാശങ്ങൾ മനുഷ്യന്റെ മൈൻഡിലൂടെ കടന്നു പോകുന്നു. ദസ് ദേ ബിലീവ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് പോസ്റ്റുലേറ്റ്സ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. അതുകൊണ്ട് തന്നെ ഓരോന്ത് വിശ്വസിക്കുന്നു, മനുഷ്യന്റെ പിന്നെ ഈ ഒരു കോൺഷ്യസ്നെസ്, അവന്റെ ഈ ഒരു ചിന്തകളൊക്കെ ആണ് ഈ റൈറ്റ്സ്, ലിബർട്ടി ആയിട്ടൊക്കെ അസ്യൂം ചെയ്യുന്നത് എന്നാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് തിയറി ഈസ് ദ ബെസ്റ്റ് പോസിബിൾ ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഈ ഒരു റൈറ്റ്സിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ തിയറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ വികസനത്തിന്റെ പിന്നെ ഏറ്റവും നല്ല മാർഗം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ആർഡന്റ് അഡ്വക്കേറ്റ് ഓഫ് ദിസ് തിയറി ഈസ് ടി.എച്ച്. ഗ്രീൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരകൻ എന്ന് പറയുന്നത്. ദ മാർക്സിയൻ തിയറി ഓഫ് റൈറ്റ്സ് ലിങ്ക്സ് അപ്പ് ദ കേസ് ഓഫ് റൈറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി പ്രിവെയിലിംഗ് എക്കണോമിക് സിസ്റ്റം ഇൻ എ സൊസൈറ്റി. മാർക്സിസ്റ്റ് വ്യൂവിൽ പറയുന്നത് ഒരു പിന്നെ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു സമുദായത്തിലെ എക്കണോമിക് സിസ്റ്റം പിന്നെ കുറച്ചുകൂടെ എത്രത്തോളം പവർഫുൾ ആവുന്നു അത്രത്തോളം അവകാശങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ദ ഡൊമിനന്റ് ക്ലാസ് ക്രിയേറ്റ്സ് ദ റൈറ്റ്സ് ഫോർ ദെയർ സേക്ക്. ഈ ഉന്നത ജാതിക്കാർ, ഉന്നത വർഗത്തിലുള്ള ആളുകളൊക്കെ ഈ റൈറ്റ്സ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് കിട്ടുന്നുണ്ട്, അവർ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് ദസ് റൈറ്റ്സ് വിൽ ബി സേഫ് ഗാർഡഡ് ഓൺലി ഇൻ എ സോഷ്യലിസ്റ്റ് സിസ്റ്റം. ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അല്ല, അതേപോലെ തന്നെ ഈ ഒരു ഡൊമിനന്റ് ക്ലാസ് സിസ്റ്റത്തിലൊന്നല്ല, സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിലാണ് ഈ ഒരു റൈറ്റ്സ് ഒക്കെ സംരക്ഷിക്കപ്പെടുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സിന്റെ അവകാശങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയാണ്. ഫോളോവിങ് ആർ ദ മെഷേഴ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ്സ്.
കുറച്ച് കാര്യങ്ങൾ ഇത് സംരക്ഷിക്കണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ആണ് പറയുന്നത്. ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, റൈറ്റ് ഷുഡ് ബി എൻലിസ്റ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അവകാശങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം എന്നാണ്. റൂൾ ഓഫ് ലോ ഷുഡ് പ്രിവെയിൽ. നിയമവാഴ്ച അവിടെ നടപ്പിലാക്കണം. ഫ്രീ ആൻഡ് ഹോണസ്റ്റ് പ്രസ്. സ്വതന്ത്രവും സത്യസന്ധവുമായ വാർത്തകൾ ലഭിക്കണം. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ്. ഈ അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കരുത്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും പക്ഷപാതിത്വമില്ലാത്ത ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവണം. അസോസിയേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് വേണം. എറ്റേണൽ വിജിലൻസ്. നിത്യജാഗ്രത. എപ്പോഴും എമർജന്റ് ആയിട്ട്